ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് സെഷൻ ചെയ്യുന്നത്. ഗ്രൂപ്പ് ഡി കേസ് അപ്ഡേറ്റ് വന്നായിരുന്നു. ഗ്രൂപ്പ് ഡി കേസിന്റെ ഫൈനൽ അപ്ഡേറ്റ് വന്നായിരുന്നു. SSLC-ക്കാർക്കും എക്സാം എഴുതാൻ പറ്റും, 10th-കാർക്കും എക്സാം എഴുതാൻ പറ്റും. ഒത്തിരി സന്തോഷം. കാരണം കുറെ ദിവസം കൊണ്ട് മനസ്സിന്റെ ഒരു സമാധാനം. ഓക്കെ, എന്താവും വിധി, കുറെ കാലം കൊണ്ട് നീട്ടിക്കൊണ്ടു പോവല്ലേ. നമ്മുടെ കുട്ടികൾ മൊത്തം പഠിച്ചുകൊണ്ടിരിക്കുന്നു, മൊത്തം അൺസർട്ടനിറ്റീസ് ആണ്, അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇന്ന് അതെല്ലാം മാറിക്കൊണ്ട് ഒരുപാട് സന്തോഷം. എന്ന് വെച്ചാൽ മക്കളെ, ആ സന്തോഷത്തിന്റെ ഫീൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 10 ദിവസം കുളിക്കാതിരുന്നിട്ട് ഓടിപ്പോയി ഒരു പുഴയിൽ ചാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സെയിം സാധനം. ഓക്കെ, അപ്പോ എന്തായി ഇന്ന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ വിധി, എക്സാം എന്ന് നടക്കും, നമുക്ക് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ നോക്കി, ഇവിടെ കേസ് നമ്പർ 296/2025. ആ കേസിന്റെ ആധാരം ഇങ്ങനെയായിരുന്നു. 2019 വരെ ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ ക്വാളിഫിക്കേഷൻ IT ആയിരുന്നു. എന്നാൽ 2019 റെയിൽവേ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തു. 2019 വന്ന നോട്ടിഫിക്കേഷനിലെ ക്വാളിഫിക്കേഷൻ SSLC ആയിരിക്കും. ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന എല്ലാ ഗ്രൂപ്പ് ഡി പരീക്ഷകളുടെയും ലെവൽ 1 പരീക്ഷകളുടെയും ക്വാളിഫിക്കേഷൻ IT ആയിരിക്കും എന്ന് പറഞ്ഞൊരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. 2024 പുതിയ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴും ക്വാളിഫിക്കേഷൻ SSLC തന്നെയായിരുന്നു. ഇതിനെതിരായിട്ട് ITI-ക്കാർ കൊണ്ട് കേസ് കൊടുത്തു. ആദ്യം ഡൽഹി ഹൈക്കോർട്ടിൽ കേസ് കൊടുത്തു. അവിടുന്ന് കേസ് നേരെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്ക് പോയി. ട്രിബ്യൂണലിൽ നിന്ന് നേരെ വീണ്ടും ഹൈക്കോർട്ടിലേക്ക് പോയി. ഹൈക്കോർട്ടിൽ നിന്ന് വീണ്ടും നേരെ ട്രിബ്യൂണലിലേക്ക് വന്നു. ആ കേസിന്റെ വിധി ഇന്ന് വന്നേക്കുകയാണ്. അതായത് വിധി ഇങ്ങനെയായിരുന്നു, അതായത് തീരുമാനം ഇങ്ങനെയായിരുന്നു. നമ്മൾ നെക്സ്റ്റ് പേജ് പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പറയുന്നത്. അതായത് ദ ഡൽഹി ഹൈക്കോർട്ട് previously issued a stay order attempting contempt petition was filed stopping all activities related to the exam. The case was transferred to the Central Administrative Tribunal, which instructed the Railway Recruitment Board to stop the recruitment process until the final verdict is delivered. അപ്പൊ വിധി വരുന്നത് വരെ എക്സാമിന്റെ പ്രോസസ്സും ബാക്കിയെല്ലാം നിർത്തിവെക്കുക. പക്ഷെ ഇന്ന് വിധി വന്നേക്കാണ്. എന്താണ് വിധി എന്ന് ചോദിച്ചാൽ, now the final verdict is out. Both the ITA and 10th pass candidates can appear for the exam. ITA-ക്കാർക്കും എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും, SSLC 10th പാസ്സുകാർക്കും എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ വിധി വന്നിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, നവംബർ 17 എക്സാം നടക്കാൻ സാധ്യതയുണ്ടോ? ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പൊ നവംബർ 17 എക്സാം നടക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, നോക്കി, ഇതാണ് ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഡേറ്റ്. നവംബർ 17 മുതൽ ഡിസംബർ വരെ എക്സാം നടക്കും. അങ്ങനെയാണ് റെയിൽവേ ആദ്യം പറഞ്ഞിരുന്നത്. സോ നവംബർ 17 എക്സാം നടക്കണമെങ്കിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നവംബർ 7 മുതൽ സിറ്റി ഇന്റിമേഷൻ വന്നു തുടങ്ങണം. അപ്പൊ ഇന്ന് 12 പോലും സിറ്റി ഇന്റിമേഷനോ ബാക്കിയൊന്നും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നവംബർ 17 എക്സാം നടക്കാനുള്ള സാധ്യത കുറവാണ്. നവംബർ 17 അല്ലെങ്കിൽ ഈ തന്നേക്കുന്ന ഡേറ്റിലോ എക്സാം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ നമുക്കിനി എക്സാം ഒരു ഡിസംബർ മാസമോ അല്ലെങ്കിൽ ജനുവരി മാസമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ജനുവരി മാസം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഞാൻ പ്രതീക്ഷിക്കാമെന്നേ പറയുന്നുള്ളൂ. അതിന്റെ റീസൺ ഇതാണ്, ഇനി അങ്ങോട്ട് NTPC അണ്ടർ ഗ്രാജുവേറ്റിന്റെ CBG 2 എക്സാം നടക്കാനുണ്ട്. മാത്രമല്ല ടെക്നിക്കൽ എക്സാംസ് നടക്കാനുണ്ട്. ദെൻ CHSL ആയിക്കോട്ടെ എക്സാം നടക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ റെയിൽവേക്ക് പെട്ടെന്ന് എക്സാം സെന്റർ കണ്ടെത്തുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ റെയിൽവേ ആദ്യമൊക്കെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ രണ്ട് സന്തോഷമുണ്ട്. രണ്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ കുട്ടികൾക്ക് കുറച്ചും കൂടെ പഠിക്കാനായിട്ട് സമയം കിട്ടി, കുറച്ചും കൂടെ അവർക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവർക്ക് സമയം കിട്ടി. രണ്ടാമതായിട്ട് 10th-കാർക്ക്, അതായത് ഒന്ന് ആലോചിക്കട്ടെ, 1,12,00,000 ആൾക്കാർ അപ്ലൈ ചെയ്ത പരീക്ഷ, അവരുടെ മനസ്സിനകത്തുള്ള സന്തോഷം ഉണ്ടല്ലോ, ഇപ്പൊ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോ ആ രണ്ട് സന്തോഷമുണ്ട്. ഇനി നമ്മുടെ പിള്ളേരൊക്കെ, നമ്മുടെ മക്കളെല്ലാം പോയിട്ട് പഠിച്ചു തുടങ്ങിക്കോ, നന്നായിട്ട് വർക്ക് ചെയ്തോ, ടെൻഷൻ എല്ലാം മാറ്റിയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ തീയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോക്കോ. അതിനുവേണ്ടി നമ്മൾ സൂപ്പർ നോട്ട്സ് ഒരു ടെസ്റ്റ് പാക്ക് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ടെസ്റ്റ് പാക്കിനകത്ത് ഒരുപാട് ഒത്തിരി ടെസ്റ്റുകളെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ, ഇതുവരെയുള്ള ഗ്രൂപ്പ് ഡിയുടെ ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരുപാട് ചാപ്റ്റർ ടെസ്റ്റുകളുണ്ട്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട് GKയുടെ മൈക്രോ നോട്ട്സ് മൊത്തം അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് ഒരുപാട് എക്സാം ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോകും. വെറും 250 രൂപ മാത്രമേ ടെസ്റ്റ് പാക്കിന് വരുന്നുള്ളൂ. അപ്പൊ നന്നായിട്ട് ഇനി അങ്ങോട്ട് പഠിച്ചു തുടങ്ങിക്കൂടാം. പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് വരുന്ന സമയത്ത് തന്നെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. സൂപ്പർ നോട്ട്സിന്റെ SSC RRB ചാനലാണ്. നമ്മുടെ മെയിൻ ചാനലല്ല, സെൻട്രൽ എക്സാംസിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പൊ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താല് ഒരു അപ്ഡേറ്റ് പോലും നിങ്ങൾ മിസ് ആവത്തില്ല, ഒരു ലാസ്റ്റ് ഡേറ്റ് പോലും നിങ്ങൾ മിസ് ആവത്തില്ല, ഒരു നോട്ടിഫിക്കേഷൻ പോലും നിങ്ങൾ മിസ് ആവത്തില്ല. എപ്പോഴും എല്ലാ എക്സാമുമായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ഇനി പഠിച്ചു തുടങ്ങിക്കോ. അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് തന്നിരിക്കും. സോ താങ്ക് യു ഓൾ. ഇനി എന്റെ സന്തോഷം ഞാൻ പങ്കുവച്ചു, നിങ്ങളുടെ സന്തോഷം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിടാം. മറ്റൊരു സെഷനിൽ കാണാം.